രസകരമായ ദൃശ്യങ്ങളാണ് ഓരോ ഇടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, വി.ഡി. സതീശനെ ജയ് വിളിക്കുന്ന കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരുണ്ട്, ലഡു വിതരണം ചെയ്യുന്നവരുണ്ട്, പായസം വെച്ച് വിതരണം ചെയ്യുന്നവരുമുണ്ട്. ഇവിടെ ഒരു ലഡു വിതരണം ചെയ്യുന്ന ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. വടകര MP ഓഫീസിൽ കയറി കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം ചെയ്യുന്നു. അതിലെന്താണ് ഇത്ര കാര്യമുള്ളത്? കോൺഗ്രസിൻ്റെ MP ആണ് വടകര MP ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ വരുന്നു, ലഡു വിതരണം ചെയ്യുന്നു. അതിലെന്താണ് ഇത്ര വാർത്താ പ്രാധാന്യമുള്ളത് എന്ന ചോദ്യം ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചേക്കാം. പക്ഷേ അതിൽ ഒരു വാർത്താ പ്രാധാന്യമുണ്ട്. കാരണം KC വേണുഗോപാലിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ നിന്ന് പോരാടിയ വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിന് എതിരെ വലിയ വിമർശനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വലിയ സൈബർ ആക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഷാഫി പറമ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരുന്നതും നാം കണ്ടതാണ്. കാരണം വി.ഡി. സതീശന് എതിരെ നിന്നതുകൊണ്ടും KC വേണുഗോപാലിന് പിന്തുണ നൽകിയതുകൊണ്ടും. അപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിലെത്തി ലഡു വിതരണം ചെയ്യുന്നതിൽ അല്പം കൗതുകമുണ്ട്. അതോടൊപ്പം തന്നെ അതിലൊരു പ്രതികാരത്തിൻ്റെ നേരിയ ഒരു മധുരവുമുണ്ട് എന്ന് പറയേണ്ടി വരും. അതാണ് കോൺഗ്രസ് പ്രവർത്തകർ കാട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വാർത്താ പ്രാധാന്യം നേടുന്നതും. ഇനി മറ്റൊരു ദൃശ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രതിഷേധ പ്രകടനമാണ്. ആഹ്ലാദ പ്രകടനത്തിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനം. മുസ്ലിം ലീഗിൻ്റെ കൊടിയും പിടിച്ച്, മുസ്ലിം ലീഗിന് അഭിവാദം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാനറൊക്കെ പിടിച്ച് യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ പ്രകടനം നടത്തുകയാണ്. ആർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. ചങ്ങനാശ്ശേരിയിലെ നായർക്കെതിരെയാണ് ഒരു മുദ്രാവാക്യം. എന്ന് വെച്ചാൽ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിച്ച് നീങ്ങുന്നത് തൊടുപുഴയിൽ യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ. തൊട്ടടുത്ത് തന്നെ അവർ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശന് എതിരെയാണ്. വെള്ളാപ്പള്ളി നടേശൻ തെമ്മാടിയാണ് എന്നുവരെ പറഞ്ഞു വെക്കുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും. ആ ദൃശ്യങ്ങളാണ് നാം കണ്ടത്. ഇതൊക്കെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം മറ്റൊന്നുമല്ല, UDFനെ പൂർണ്ണമായും അല്ലെങ്കിൽ ഭരണത്തെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു മുസ്ലിം ലീഗ് എന്നതിൻ്റെ ഉദാഹരണമാണത്. എന്തായാലും നാളെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി നമുക്കിതിനെ ഈ രണ്ട് ദൃശ്യങ്ങളെയും ഉയർത്തിക്കാട്ടാം.